വെൽക്കം ടു ഡ്രീം ഷോർ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിവിഷണൽ അക്കൗണ്ടൻറ്റിൻ്റെ ക്ലാസ്സുകളാണ്. ഡിവിഷണൽ അക്കൗണ്ടൻറ്റിൻ്റെ ക്ലാസ്സിൽ നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ ലെഡ്ജർ എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. അതിന് മുൻപേയുള്ള ക്ലാസ്സിൽ ജേണലാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ്, ഏതൊക്കെ രീതിയിലാണ് നമുക്ക് ഒരു അക്കൗണ്ട് കൺസിഡർ ചെയ്യുന്നത്, അതായത് പേഴ്സണൽ, റിയൽ, നോമിനൽ എന്നീ രീതിയിലുള്ള അക്കൗണ്ട്സിനെ കുറിച്ചെല്ലാം നമ്മൾ ഇതിന് മുൻപേയുള്ള ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ക്ലാസ് തുടങ്ങുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കധികം വൈകാതെ തന്നെ ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് എക്സാമിൻ്റെ പ്രിലിമിനറി എക്സാം പ്രതീക്ഷിക്കാം. അതിനുശേഷം മെയിൻ എക്സാമിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടായിരിക്കും അക്കൗണ്ടിങ് ഭാഗത്തു നിന്നും ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് രീതിയിലുള്ള മെയിൻ എക്സാമിൽ വരുന്ന അക്കൗണ്ടിങ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ബേസിക് ഇൻഫോർമേഷൻസ് വെച്ചിട്ട് തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് തന്നെ ബേസിക് ഡീറ്റെയിൽസ് വെച്ചിട്ട് അക്കൗണ്ടിങ് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ക്ലാസിഫൈ ദ ഫോളോയിങ് അക്കൗണ്ട്സ് ഇൻ ടു റിയൽ, പേഴ്സണൽ ആൻഡ് നോമിനൽ അക്കൗണ്ട്സ് എന്നതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ അവിടെ നമുക്ക് പ്രൊപ്രൈറ്റേഴ്സ് അക്കൗണ്ട് ആണ് ഫസ്റ്റ് തന്നിരിക്കുന്നത്. പ്രൊപ്രൈറ്റേഴ്സ് അക്കൗണ്ട് ഈസ് എ ടൈപ്പ് ഓഫ് പേഴ്സണൽ അക്കൗണ്ട് ബിക്കോസ് പ്രൊപ്രൈറ്റർ ഈസ് എ നാച്ചുറൽ പേഴ്സൺ. അപ്പോൾ പ്രൊപ്രൈറ്റേഴ്സ് അക്കൗണ്ട് എന്ന് പറയുമ്പം അതൊരു പേഴ്സണൽ അക്കൗണ്ടാണ്, കാരണം ഒരു നാച്ചുറൽ പേഴ്സണെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്, അല്ലേ? ദെൻ സ്റ്റോക്ക് അക്കൗണ്ട്. സ്റ്റോക്ക് അക്കൗണ്ട് ഈസ് എ റിയൽ അക്കൗണ്ട്. എന്താണ് റിയൽ അക്കൗണ്ടിൻ്റെ പ്രത്യേകത? നമ്മളിവിടെ റിയൽ അക്കൗണ്ടിൽ വാട്ട് കംസ് ഇൻ വാട്ട് ഗോസ് ഔട്ട് എന്ന രീതിയിലാണ് നമ്മളിവിടെ പഠിച്ചിട്ടുള്ളത്, അല്ലേ? അപ്പോൾ അസറ്റാണ് ഈ സ്റ്റോക്ക് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ റിയൽ അക്കൗണ്ട്. ദെൻ ഗുഡ്വിൽ അക്കൗണ്ട്. ഗുഡ്വിൽ അക്കൗണ്ട് എന്ന് പറയുമ്പം അതൊരു റിയൽ അക്കൗണ്ടാണ്, അസറ്റാണ്. ഇൻട്രസ്റ്റ് അക്കൗണ്ട്. ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഈസ് എ നോമിനൽ അക്കൗണ്ട്, കാരണം അവിടെ നമ്മൾ എക്സ്പെൻസ് ആണ് കാണിക്കുന്നത്. ദെൻ ബാങ്ക് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത് ബാങ്ക് ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്, അല്ലേ? അതുകൊണ്ട് തന്നെ ബാങ്ക് അക്കൗണ്ടിനെ നമുക്ക് ഒരു പേഴ്സണൽ അക്കൗണ്ടായിട്ട് കൺസിഡർ ചെയ്യാം. ദെൻ ബിൽ റിസീവബിൾ അക്കൗണ്ട്. ബിൽ റിസീവബിൾ അക്കൗണ്ട് ഈസ് എ റിയൽ അക്കൗണ്ട്. സോ ബിൽ റിസീവബിൾ അക്കൗണ്ട് ഈസ് എ കൺസിഡേർഡ് ആസ് എൻ അസറ്റ്. ദെൻ ഡിസ്കൗണ്ട് റിസീവ്ഡ് അക്കൗണ്ട്. ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ന് പറയുമ്പം അതൊരു ഇൻകമാണ്. നമുക്ക് ഇൻകം കിട്ടുന്നതല്ലേ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്, അല്ലേ? ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻകമാണ്. അപ്പോൾ എക്സ്പെൻസ് ആൻഡ് ഇൻകം കാണിക്കുന്നത് നോമിനൽ അക്കൗണ്ടിലാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് എ നോമിനൽ അക്കൗണ്ട്. ദെൻ പാറ്റൻറ്റ് അക്കൗണ്ട്. പാറ്റൻറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ പാറ്റൻറ്റ് ഈസ് എൻ അസറ്റ്, അല്ലേ? അപ്പോൾ അത് റിയൽ അക്കൗണ്ടാണ്. ദെൻ സാലറീസ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ സാലറി എന്ന് പറയുന്നത് നമ്മൾ വേജസ് കൊടുക്കുക, എംപ്ലോയീസിന് സാലറി കൊടുക്കുക, അതൊക്കെ നമുക്കൊരു എക്സ്പെൻസാണ് കമ്പനിക്ക്. അപ്പോൾ അത് നോമിനൽ അക്കൗണ്ടാണ്. ദെൻ സബ്സ്ക്രിപ്ഷൻ അക്കൗണ്ട് ഇൻ കേസ് ഓഫ് ക്ലബ്ബ് എന്ന് പറയുന്നത് ഇൻകമാണ്, അതൊരു നോമിനൽ അക്കൗണ്ടാണ്. ദെൻ ഗുഡ്സ് അക്കൗണ്ട്. ഗുഡ്സ് അക്കൗണ്ട് എന്ന് പറയുമ്പം അസറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് എന്താണ്, അത് അസറ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അസറ്റ് അക്കൗണ്ട് പറയുമ്പം അത് റിയൽ അക്കൗണ്ടാണ്. ഇതിനെ നമ്മളൊരു നോമിനൽ അക്കൗണ്ടായിട്ടും ട്രീറ്റ് ചെയ്യാം. ദെൻ പ്ലാന്റ് ആൻഡ് മെഷീനറി അസറ്റ് ആയതുകൊണ്ട് റിയൽ അക്കൗണ്ടാണ്. റെൻ്റ് അക്കൗണ്ടോ എക്സ്പെൻസ് ആയതുകൊണ്ട് നോമിനലാണ്. ദെൻ എവറസ്റ്റ് ലിമിറ്റഡ് അക്കൗണ്ട് എന്ന് പറയുമ്പം അതൊരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്, അതുകൊണ്ട് പേഴ്സണൽ അക്കൗണ്ടാണ്. ഇൻഷുറൻസ് പ്രീമിയം അക്കൗണ്ട് എക്സ്പെൻസ് ആയതുകൊണ്ട് നമ്മൾ ഇൻഷുറൻസിൽ പ്രീമിയം അടയ്ക്കുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ച് അതൊരു എക്സ്പെൻസാണ്, അല്ലേ? സോ ഇറ്റ് ഈസ് എ നോമിനൽ അക്കൗണ്ട്. ദെൻ പ്രീപെയ്ഡ് ഇൻഷുറൻസ് പ്രീമിയം അക്കൗണ്ട്. ഇറ്റ് ഈസ് റെപ്രസെൻറ്റേറ്റീവ് പേഴ്സൺ ആണ്, സോ ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് പേഴ്സണൽ അക്കൗണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓരോ അസറ്റ് തന്നു കഴിഞ്ഞാൽ ആ അസറ്റ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഓരോ എന്താ പറയുക അക്കൗണ്ട്സ് തന്നു കഴിഞ്ഞാൽ ആ അക്കൗണ്ട് എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ഓഫ് അക്കൗണ്ട് ആണെന്ന് നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റണം, ഏത് ടൈപ്പ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിന് മുൻപേയുള്ള ക്ലാസ്സിൽ വാട്ട് ഈസ് റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്, അതുപോലെ തന്നെ വാട്ട് ഈസ് പേഴ്സണൽ അക്കൗണ്ട് എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ആ ക്ലാസ് കാണാത്തവരാണെങ്കിൽ നിങ്ങൾ ആദ്യം ആ ഒരു ക്ലാസ് പോയി കാണുക. നമ്മുടെ പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിവിഷണൽ അക്കൗണ്ടൻറ്റിൻ്റെ ക്ലാസ്സുകൾ സെപ്പറേറ്റ് ആയിട്ട് കാണാൻ പറ്റും. പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടതിന് ശേഷം ഈ ഒരു ക്ലാസ് കണ്ടാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക്